കഴിഞ്ഞ മാസം ഞങ്ങൾ വീട്ടിലേക്ക് ഒരു നെക്സോൺ EV ഫിയർലെസ് പ്ലസ് എസ് LR വേരിയൻറ്റ് ഞങ്ങൾ മേടിച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മാസമായി ഇപ്പോൾ എടുത്തിട്ട് ആൻഡ് 4000 കിലോമീറ്ററോളം ഞങ്ങൾ ഓടിക്കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ 4000 കിലോമീറ്റേഴ്സിനുള്ളിൽ ഞങ്ങൾ ഓടിച്ചപ്പോൾ ഞങ്ങൾക്ക് ജെനുവിനായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ വീഡിയോ ഞാൻ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവരോ അല്ലെങ്കിൽ പുതിയതായിട്ട് വണ്ടി എടുത്തവരോ അവരെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങളൊരു വണ്ടി എടുക്കാൻ നേരം കുറേ റിസർച്ച് ചെയ്യാൻ വേണ്ടി പല യൂട്യൂബ് ചാനലിൽ തപ്പിയപ്പോഴും ഞങ്ങളോട് ആരും പറയാത്തതായ കുറച്ച് കാര്യങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളത് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ തോന്നലുകളാണ്. അതിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായേക്കാം, പലർക്കും പല രീതിയിലായിരിക്കും അത് തോന്നിയേക്കുക. അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഇല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവേത് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോയിൽ ഞാനൊരു 5-6 സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനാണ് എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി. ഞങ്ങളോട് കമ്പനിക്കാർ വന്നപ്പം പറഞ്ഞിരുന്നത് ഞങ്ങൾ എടുത്തിരുന്നത് ഒരു LR വേരിയൻ്റ് ആണ്. LR വേരിയൻറ്റിന് ടോട്ടൽ 40 യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 40 kWh ആണ് അതിൻ്റെ ടോട്ടൽ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കുക 40 kWh എന്ന് പറഞ്ഞാൽ 40 യൂണിറ്റ് അല്ലേ, അപ്പോൾ നമുക്കൊരു വണ്ടി ഫുൾ ചാർജ് ആക്കാൻ നമുക്ക് 40 യൂണിറ്റ് മതിയല്ലോ, വീട്ടിൽ കുത്തിയിട്ടാലും പുറത്തിട്ടാലും. പക്ഷേ ആക്ച്വലി അതല്ല കേസ്. എനിക്ക് വീട്ടിൽ കുത്തിയിടുമ്പോൾ 40 യൂണിറ്റിന് പകരം 47 യൂണിറ്റാണ് 0 to 100 ആകാൻ എനിക്ക് എടുക്കുന്നത്. അതിൻ്റെ ബേസിസ് എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയം ഇതിന് ബാറ്ററി ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഫാനും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. സോ അതിന് അഡീഷണലായിട്ട് കറണ്ട് എടുക്കും എന്നുള്ളതാണ്. ഇതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം 40-47 യൂണിറ്റും തമ്മിൽ നമുക്ക് മാക്സിമം നമുക്കൊരു 50 രൂപ താഴെയുള്ള ഡിഫറൻസാണ് വരിക ചാർജ് ചെയ്യുമ്പം. ആൻഡ് ഇത് പുറത്തൊരു DC ഫാസ്റ്റ് ചാർജറിൽ കുത്തുമ്പം നമുക്കിത് 47 യൂണിറ്റ് ഒന്നും വരത്തില്ല, 42-43 യൂണിറ്റ് വരെയാണ് എൻ്റെ കാൽക്കുലേഷനിൽ എനിക്ക് വന്നേക്കുന്നത്. പക്ഷെ ഞാനിത് പറയാൻ കാരണം, ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ റിയാലിറ്റി എന്നുള്ളത് ഒരു യൂട്യൂബ് വീഡിയോയിലും ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇത് ഞങ്ങളോട് ഒരു സർവീസ് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഞങ്ങളുടെ എടുക്കുന്ന സമയം ഇത് പറഞ്ഞിരുന്നില്ല. അവർ 40 യൂണിറ്റ്സിലാണ് അവരെപ്പോഴും എംഫസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി അതല്ല കേസ്. നമ്മൾക്ക് ഒരിക്കലും 40 യൂണിറ്റ്സില്ല വരിക, അതിന് മുകളിലാണ് എപ്പോഴും വരിക. ഇനി മേ ബി അത് ഞാനിപ്പോൾ വീട്ടിൽ കുത്തുന്ന വയറിങ്ങിൻ്റെ ഇഷ്യൂ ആണോ, അതല്ല അത് ഓൾറെഡി ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന യൂണിറ്റ്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊരു ക്ലിയർ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ എനിക്ക് തോന്നുന്നില്ല കമ്പനി സർവീസ് സെൻറ്ററിലുള്ളവർക്ക് അത് കേപ്പബിൾ ആണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന നെക്സോണോ പഞ്ചോ ടിയാഗോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന ലെറ്റ്സ് പഞ്ചിനൊക്കെ 35 kWh ആണ് പറയുന്നത്. നിങ്ങൾക്കും ഈ കറക്റ്റ് 35 kWh തന്നെയാണോ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതൊക്കെ തന്നെയാണ് വരുന്നത്, കമ്പനി പറയുന്നത് തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചത് നല്ലതായിരിക്കും. കാരണം അത് എനിക്ക് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണോ അതോ അത് ജനറലി അങ്ങനെ ആണോ എന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. രണ്ടാമതായിട്ട് എനിക്ക് പോയിൻ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിയൽ വേൾഡ് റേഞ്ചാണ്. സോ നമ്മളോട് കമ്പനി പറയുന്നത് ഈവൻ ദോ ഇറ്റ് ഇസ് 460 കിലോമീറ്ററിന് മുകളിൽ കിട്ടുമെന്ന് കമ്പനിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും, ബട്ട് സ്റ്റിൽ നമ്മൾ വണ്ടി മേടിക്കാൻ നേരം നമ്മളോട് എക്സിക്യൂട്ടീവ്സ് എല്ലാം പറയാൻ നമുക്കൊരു 350 പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. അത് ആക്ച്വലി സത്യമാണ്. പക്ഷെ നമുക്ക് 316 കിട്ടത്തില്ല, നമുക്കൊരു 300 to 330 വരെയാണ് നമ്മളൊരു 1000 മന്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഒരു രീതിയിലല്ല നമ്മളൊരു EV ഓടിക്കേണ്ടത്. ആൻഡ് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ഞാൻ ഇപ്പോഴും പ്രാപ്തനല്ല. എനിക്ക് പോലും ഈ പറയുന്ന 300 റേഞ്ചിലാണ് എനിക്ക് കിട്ടുക. മിക്കവരും ഈ EV എടുക്കുന്നത് അതിൻ്റെ സ്പോർട്സ് മോഡ് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനിഷ്യൽ പുള്ളിങ് അതിൻ്റെ ഇനിഷ്യൽ ടോർക്ക് എല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പുള്ളിങ് എല്ലാം നമുക്ക് കിട്ടുക നമുക്ക് സ്പോർട്സ് മോഡിൽ അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സിറ്റി മോഡിലും കിട്ടും. പക്ഷേ ഇവിടത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ കൺസംഷൻ, ആവറേജ് ബാറ്ററി കൺസംഷൻ കൂടും നമ്മൾ ഈ പറയുന്ന മോഡിലൊക്കെ ഇടുമ്പോൾ. സോ നമുക്ക് ഈ പറയുന്ന 300 റേഞ്ച് പോലും കിട്ടാത്ത സിറ്റുവേഷൻസിലേക്ക് നമ്മൾ സ്പോർട്സ് മോഡിലൊക്കെ ഇടുമ്പോൾ അബൌട്ട് 200 to 250 റേഞ്ചിലൊക്കെയാണ് നമുക്ക് സ്പോർട്സ് മോഡിൽ ഇടുമ്പോൾ നമുക്കിതിന് റേഞ്ച് കിട്ടുക പെർ ഫുൾ ചാർജിൽ.
അപ്പോൾ ഒരു EV എടുക്കുന്നത് നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എക്സ്പെൻസസ് കുറയ്ക്കാനാണ് എന്നുള്ളവർക്കും കുറച്ച് എമൗണ്ട് സേവ് ചെയ്യണം എന്നുള്ളവർക്കും ഈ പറയുന്ന സ്പോർട്സ് മോഡ് കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവില്ല. പക്ഷേ ഒരു കാർ എന്തൂസിയാസ്റ്റ് അവർക്ക് ഈ പറയുന്ന ഒരു ഡീസൽ എഞ്ചിൻ്റെ ടോർക്കും നല്ല ആക്സലറേഷനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ആൻഡ് അവർക്ക് ഈ പറയുന്ന റേഞ്ച് ഒരു ഇഷ്യൂ അല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഓബ്വിയസ്ലി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും EV എന്ന് പറയുന്നത്. മൂന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ സിറ്റുവേഷനാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പം പ്രോബബ്ലി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എറണാകുളത്തുള്ളവർക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ മൊത്തത്തിൽ നമുക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ചാർജിങ് സ്റ്റേഷൻ പ്രൊവൈഡേഴ്സാണുള്ളത്. അപ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് KSEB ഉണ്ട്. പിന്നെ ഒരു EVOK എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻസ് പലയിടത്തും കാണാം. പിന്നെ നമുക്കുള്ളത് GoEasy എന്ന് പറയുന്ന ഒരു ചാർജിങ് സ്റ്റേഷനാണ്. അത് മിക്ക മോൾസിലും അവൈലബിൾ ആണ്. ഇപ്പോൾ എറണാകുളത്ത് ഒബ്രോൺ മോളിലും ലുലു മോളിലും നമുക്ക് കാണാൻ പറ്റുന്നത് GoEasyയുടെ ചാർജിങ് സ്റ്റേഷനാണ്. പിന്നെ നമുക്ക് വരുന്നത് ടാറ്റയുടെ തന്നെ ചാർജിങ് സ്റ്റേഷൻസാണ്. ഇനി ഈ പറയുന്ന ചാർജിങ് സ്റ്റേഷൻസിലെ സത്യാവസ്ഥകൾ നമുക്ക് നോക്കാം. KSEB എടുത്ത് നോക്കിയാൽ KSEB ആക്ച്വലി എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവന്നിട്ട് കുറച്ച് നാളുകളായെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു നല്ലൊരു പോരായ്മ നമുക്ക് KSEBയിൽ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഏതൊരു ചാർജിങ് സ്റ്റേഷനിൽ പോയാലും യൂഷ്വലി ഇപ്പോൾ വരുന്ന വണ്ടികളിൽ കുത്തുന്ന ഗണ്ണെന്ന് പറയുന്നത് CCS2 എന്ന് പറയുന്ന ടൈപ്പാണ്. പക്ഷേ മിക്ക ചാർജിങ് സ്റ്റേഷൻസിലും KSEBയുടെ ചാർജിങ് സ്റ്റേഷൻസിലും ഉള്ളത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗണ്ണാണ്. അത് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കുമ്പം ഇറ്റ് വാസ് ഔട്ട്ഡേറ്റഡ്. പഴയ വണ്ടികളിൽ വന്നിരുന്ന ഗണ്ണാണ് ഇപ്പം മിക്ക സ്റ്റേഷൻസിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ വരുന്ന മിക്ക വണ്ടികളിലും നെക്സോൺ ആയിക്കോട്ടെ, പഞ്ച് ആയിക്കോട്ടെ, ഈ പുതിയ വേർഷൻ ടിഗോറൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ BYDയുടെ വണ്ടികളായിക്കോട്ടെ, എൻ്റെ ഇൻഫർമേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം യൂസ് ചെയ്യുന്നത് CCS2 എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ചാർജറാണ്. ഇപ്പോൾ ഞാൻ വൈറ്റ്ലയിലെ കാര്യം പറയാം. വൈറ്റ്ല ആക്ച്വലി ഒരു മൊബിലിറ്റി ഹബ്ബാണ്. അവിടെ നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണ്. ആൻഡ് അവിടെ ഏറെക്കുറെ 6 അല്ലെങ്കിൽ 7 ഗൺസ് അവൈലബിൾ ആണ്. അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ CCS2. ബാക്കിയെല്ലാം ഉള്ളത് ഈ പറയുന്ന പഴയ വേർഷനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 നെക്സോണൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ വന്നാൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. KSEB ആണ് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കറൻ്റ്ലി ഒരു യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു 15 പോയിൻറ്റ് സംതിങ് എന്നുള്ള റേഞ്ചിലാണ് പെർ യൂണിറ്റ് നമുക്ക് KSEB തരുന്നത്. ഇപ്പോൾ KSEBയുടെ പഴയ ഈ പറയുന്ന ഗൺസ് കൊണ്ടും ആൻഡ് അവരുടെ സിസ്റ്റത്തിലുള്ള ചെറിയ പോരായ്മകൾ കൊണ്ടും നമുക്ക് വളരെ ഇൻകൺവീനിയൻ്റ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ KSEB വൈറ്റ്ലയിലെ കാര്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത് പോയപ്പോഴും കലൂർ പോയപ്പോഴും ആൻഡ് പാലക്കാട് സൈഡിൽ പോയപ്പോൾ പോലും മിക്ക ചാർജിങ് സ്റ്റേഷൻസും മെയിൻ്റനൻസിലാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അവിടെ ഒന്നും നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ ആ കൂടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഹെൽപ്പ് ലൈൻ വളരെ അറ്റൻറ്റീവ് ആണ്. നമ്മൾ വിളിക്കുമ്പോഴെല്ലാം അവർ നമുക്ക് അതിന് വേണ്ട രീതിയിലുള്ള ഇൻഫോർമേഷൻസൊക്കെ പൊതുവെ തരാറുണ്ട്. എപ്പോഴും അതല്ല കേസെങ്കിലും മിക്കപ്പോഴും നമുക്കത് കിട്ടാറുണ്ട്. സോ അത് റിയലി ഹെൽപ്ഫുള്ളാണ് KSEBയുടെ സൈഡിൽ നിന്ന്. അടുത്തൊരു പ്രൊവൈഡറാണ് GoEasy ശരിക്കും പറഞ്ഞൊരു പ്രൈവറ്റ് പ്രൊവൈഡർ ആണെങ്കിൽ പോലും മിക്ക സ്ഥലത്തും അറ്റ്ലീസ്റ്റ് എറണാകുളത്ത് ഞാൻ കണ്ടേക്കുന്നത് അവരും KSEBയുടെ തന്നെ സെയിം താരിഫിലാണ് നമുക്ക് ഒരു കിലോവാട്ട് നമുക്ക് തരുന്നത്. ഒബ്രോൺ മോളിലും പിന്നെ മരട് സൈഡിലുമുള്ള GoEasy ചാർജസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ 15 rupees പെർ യൂണിറ്റാണ് വരുന്നതെങ്കിൽ ലുലു മോളിൽ എനിക്കത് 18 rupees പെർ യൂണിറ്റായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. ആൻഡ് അവരുടെ ചാർജസൊക്കെ വളരെ നല്ലതുമാണ് ആൻഡ് ഇറ്റ്സ് റിയലി ഫാസ്റ്റ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വേറൊരെണ്ണമാണ് ഈ പറയുന്ന ചാർജ് മോഡ് ആപ്പ് വഴി. എൻ്റെ വീടിനടുത്ത് ഒരു പ്രൈവറ്റ് സ്റ്റേഷൻ ഉണ്ട് ആൻഡ് അവിടെ ഒരു ഗണ്ണാണ് അവൈലബിൾ എങ്കിൽ പോലും അത് ചാർജ് മോഡ് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചാർജ് മോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന KSEB നമുക്ക് ചാർജ് മോഡ് വഴി നമുക്ക് യൂസ് ചെയ്യാം. EVOKയുടെ ചില ഗൺസും നമുക്കതിൽ വർക്ക് ചെയ്യിക്കാം. പക്ഷേ യൂഷ്വലി നമ്മളത് കാണുന്നത് പ്രൈവറ്റായിട്ട് ചാർജിങ് സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ചാർജ് മോഡിൽ മിക്കതുമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാർജ് മോഡ് വഴി കുറേ ചാർജിങ് സ്റ്റേഷൻസ് കാണാമെങ്കിലും നമ്മൾ നോക്കേണ്ടത് അത് പ്രൈവറ്റ് ആണോ അല്ല എന്നുള്ളതാണ്. പ്രൈവറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് മോഡിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് പെർ യൂണിറ്റിന് നമുക്ക് 21 rupees ആണ് വരിക. KSEBയിൽ 15 rupees വരുന്ന സാധനം ചാർജ് മോഡിൽ പ്രൈവറ്റായിട്ട് കുത്തുമ്പോൾ നമുക്കത് 21 rupees ആണ് വരിക. സോ ഇവൻ ദോ അതൊരു എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമ്മുടെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ആക്ച്വലി ദാറ്റ് എക്സ്പെൻസീവ്. നമുക്കത് ഓക്കെ ആണ്.
നമുക്കൊരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ KSEB റിലയബിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചാർജ് മോഡിനെ നമുക്ക് ആശ്രയിച്ചേ പറ്റുള്ളൂ. ആൻഡ് 21 റുപ്പീസാണ് നമുക്ക് അതിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് പെർ യൂണിറ്റിന്. ഫൈനലി ഞാൻ ഇതുവരെ കയറാത്ത ഒരു ചാർജിങ് സ്റ്റേഷനാണ് ടാറ്റയുടെ. ബാക്കിയുള്ളത് പോലല്ല, ഇവിടെ ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷനിൽ താരിഫ് എന്ന് പറയുന്നത് ടൈം ബേസ്ഡ് ആണ്. സോ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ടാറ്റയിൽ ചാർജിങ്ങിന് പോയി നോക്കിയിട്ടില്ല. ടാറ്റയുടെ ആപ്പ് എടുത്ത് നോക്കിയാൽ നമുക്കതിൽ കാണാൻ പറ്റും 15 മിനിറ്റ്സിന് 120 റുപ്പീസ് എന്നുള്ള ഒരു രീതിയിലാണ് അവർ ഈ പറയുന്ന ഒരു എമൗണ്ട് മേടിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഒരു വണ്ടിയുടെ ഒരു 0 to 80% വരെ കയറുന്നത് പെട്ടെന്നായിരിക്കും. പക്ഷേ ഒരു 80 അല്ലെങ്കിൽ 90 to 100 എന്ന് പറയുന്നത് കുറേ ടൈം എടുക്കും. അപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് കയറാൻ ഈ പറയുന്ന 15 മിനിറ്റ്സ് ഒന്നും പോരാതെ വരും. അപ്പോൾ അത് എത്രമാത്രം എക്കണോമിക്കൽ ആയിരിക്കും എന്നറിയാത്തതുകൊണ്ട് ഞാനിതുവരെ ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷൻസിൽ കയറിയിട്ടില്ല. ഇനി നമുക്ക് EVOK എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ചാർജസ് അവൈലബിൾ ആണ്. പക്ഷെ അത് ഞാൻ നോക്കിയെടുത്തോളം അത് എല്ലായിടത്തും അല്ലെങ്കിൽ അത്ര വൈഡ് സ്പ്രെഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഞാൻ അങ്ങനെ EVOKയുടെ ചാർജിങ് സ്റ്റേഷൻസ് യൂസും ചെയ്തിട്ടില്ല. കാരണം EVOKയുടെ ചാർജിങ് സ്റ്റേഷൻസിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു 15% ഡിസ്കൗണ്ട് കിട്ടും. മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്ക് പെർ യൂണിറ്റിന് നമുക്ക് ആവുന്ന പ്രൈസ് എന്ന് പറയുന്നത് 18 റുപ്പീസ് ബേസ് പ്രൈസും 18% GST കൂടുമ്പോൾ ഒരു അബൌട്ട് 21 റുപ്പീസ് തന്നെ വരും. മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ടാക്സ് അടക്കം ഒരു 18 റുപ്പീസിലാണ് നമുക്ക് നിൽക്കുക. അപ്പം ഇതാണ് കേരളത്തിലെ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ സിറ്റുവേഷനും പ്രൈസും അതിൻ്റെ താരിഫെല്ലാം. അടുത്തൊരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ചാർജിങ് ടൈമാണ്. കമ്പനിയിൽ നമ്മളോട് പറയുന്ന ചാർജിങ് ടൈം എന്ന് പറയുന്നത് DC ഫാസ്റ്റ് ചാർജിങ്, അതായത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയം നമുക്ക് എടുക്കാൻ പോകുന്നത് 0 to 80% ആക്കാൻ 60 മിനിറ്റ്സ് എന്നുള്ളതാണ്. അത് സത്യമാണ്. പക്ഷേ നമ്മളൊരിക്കലും അത് 0 to 80 ആക്കിയിട്ട് വിടാറില്ല. മിക്കപ്പോഴും നമുക്കത് 100 ആക്കിയിട്ട് വരാനും നമ്മുടെ മനസ്സനുവദിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും കൂടെ റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ അത്രയും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ആ ഒരു 20% ആകാനായിട്ട് നമുക്ക് 30 മിനിറ്റ്സിൽ കൂടുതൽ എടുക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീൻ നമുക്കതൊരു 30 മിനിറ്റ്സ് to 1 hour വരെയൊക്കെ എടുത്തേക്കാം. ആൻഡ് യൂഷ്വലി നമ്മളത് 0% വരെ കൊണ്ടുപോകാറില്ലെങ്കിൽ പോലും ഓൺ ആൻ ആവറേജ് നമുക്കൊരു ഫുൾ ചാർജ് ആക്കാൻ ലെറ്റ്സ് ഒരു 30% to 100% ഒക്കെ ആക്കാനായിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ ചുരുങ്ങിയതെങ്കിലും എടുക്കും. ആ കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുക. മിക്ക ചാർജിങ് സ്റ്റേഷൻസിലും ഇത് തന്നെയാണ് അവസ്ഥ. എൻ്റെ വണ്ടി നെക്സോണിൻ്റെ LR വേരിയൻ്റ് ആണ്. അപ്പോൾ ലോങ് റേഞ്ച് വേരിയൻറ്റിൻ്റെ സിറ്റുവേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. MR വേരിയൻ്റ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബാറ്ററി പാക്ക് കുറഞ്ഞ വണ്ടികളാണെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ അല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അടുത്ത സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ വണ്ടി ഒരു 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ, കഴിഞ്ഞ 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഞങ്ങൾക്ക് അയക്കുന്ന ടോട്ടൽ റണ്ണിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫസ്റ്റ് സർവീസിന് ശേഷമാണ്. അപ്പോൾ ആദ്യത്തെ 2000 കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടത്. അതിന് ശേഷം വന്നേക്കുന്ന ഒരു 2000 കിലോമീറ്റർ ഓടിയതിലാണ് ഞങ്ങൾ കറക്റ്റായിട്ട് ഓരോ ചാർജിങ് സ്റ്റേഷനിലും നമുക്ക് ഉണ്ടാക്കുന്ന എക്സ്പെൻസസും യൂണിറ്റ്സും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന എക്സ്പെൻസസ് ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ 2000 കിലോമീറ്ററിൽ ഞങ്ങളൊരു 10 തവണയെങ്കിലും കുത്തിയിട്ടിട്ടുണ്ട്. ഈ 10 തവണ ഞങ്ങൾ വീട്ടിലും അതല്ലാതെ പുറത്തെ ചാർജിങ് സ്റ്റേഷൻസിലുമായിട്ട് മാറി മാറിയൊക്കെയാണ് കുത്തിയിടാറ്, നമ്മൾ ഓടിക്കുന്ന സിറ്റുവേഷൻസ് വെച്ചിട്ട്. അപ്പോൾ ഈ കുത്തിയിടുന്നതും നമ്മളെപ്പോഴും ഒരു 0 അല്ലെങ്കിൽ 20% ആക്കിയിട്ടല്ല കുത്താറ്, അതും ഡിഫറെൻറ്റ് പെർസെൻറ്റേജസിലൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ 10 തവണയൊക്കെ കുത്തിയിടേണ്ടി വന്നിരിക്കുന്നത്. ചില സമയം നാളെ ഇപ്പോൾ നമുക്കൊരു ലോങ് ഡ്രൈവ് വരുന്നുണ്ട്, ആൻഡ് ഇപ്പോൾ ഈവൻ ദോ നമ്മുടെ വണ്ടിയിൽ ഒരു 60 അല്ലെങ്കിൽ 50% ഉണ്ടെങ്കിൽ പോലും നമ്മൾ റിസ്ക് എടുക്കാതെ 100% ആക്കിയിട്ടായിരിക്കും പോവുക. അപ്പോൾ ഞാൻ ഏറ്റവും ലോ ആയിട്ട് പോയേക്കുന്നത് 13%ലാണ് കുത്തിയിട്ടേക്കുന്നത്, ആൻഡ് ഒരു 60%ലൊക്കെ ഞാൻ വീട്ടിൽ കുത്തിയിട്ടിട്ടുമുണ്ട്. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു പ്ലഗ് ഇൻ ചെയ്തേക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്യാം. ആ ഒരു ഡിഫറൻസ് കാരണമാണ് ഈ 10 ടൈംസ് നമ്മളിത് കുത്തിടേണ്ടി വന്നേക്കുന്നത്. ഇനി ഈ കുത്തിയിട്ടേക്കുന്നതിൽ ഒരു പകുതിയോളം നമ്മൾ വീട്ടിലും ബാക്കി പകുതി പുറത്തുമായിട്ടാണ് ചെയ്തേക്കുന്നത്. എബൌട്ട് 288 യൂണിറ്റ്സ് ആണ് ടോട്ടലി നമ്മൾ ഈ ഒരു വണ്ടി 2000 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ എബൌട്ട് ഒരു 160 യൂണിറ്റ്സ് നമ്മൾ വീട്ടിലും ബാക്കി യൂണിറ്റ്സ് നമ്മൾ പുറത്തുമാണ് ചെയ്തേക്കുന്നത്. ആൻഡ് വീട്ടിൽ കുത്തുന്ന സമയം നമ്മുടെ KSEBയുടെ താരിഫ് വെച്ചിട്ട് നമുക്ക് മാക്സിമം ആകാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് 9 റുപ്പീസാണ്. 9 റുപ്പീസും വരില്ല, അതിൻ്റെ തൊട്ട് താഴത്തെ ഒരു 8 പോയിൻറ്റ് സംതിങ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് 9 വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് പുറത്തുള്ള നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് ഈവൻ ദോ KSEB ഉണ്ട്, ചാർജ് മോഡ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ്
ചാർജിങ് സ്റ്റേഷൻസ് ഡിഫറെൻറ്റ് താരിഫൊക്കെ ആണെങ്കിലും അതിനെല്ലാം കൂടെ ഒരു അഗ്രിഗേറ്റ് എടുത്തിട്ടാണ് ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പം മൊത്തം ഒരു 2000 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഈ പറയുന്ന വീട്ടിൽ കുത്തിയതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷനും പുറത്തുള്ളതിൻ്റെ എക്സാക്ട് റുപ്പീസ് എല്ലാത്തിൻ്റെയും സം എടുക്കുമ്പം ഞങ്ങൾക്ക് അയക്കുന്ന ടോട്ടൽ എക്സ്പെൻസ്, അതായത് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 3500 രൂപയാണ്. അതായത് 2000 കിലോമീറ്റർ ഓടാൻ ഞങ്ങൾക്ക് അയക്കുന്ന മൊത്തം റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 3500 രൂപ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പെട്രോൾ സ്കൂട്ടറിനെക്കാട്ടിലും വളരെ കുറവ് എക്സ്പെൻസ് നമുക്കിത് വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു കിട്ടുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിൻ കാറായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് നെക്സോണിൻ്റെ ഡീസൽ എഞ്ചിൻ തന്നെ എടുക്കാം. ഈ പറയുന്ന ഡീസൽ നെക്സോണിന് നമുക്ക് ലെറ്റ്സ് ഒരു ആവറേജ് 18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു അസംഷൻ നമുക്ക് എടുക്കാം. ഓബിയസ്ലി നമുക്ക് 18 എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടില്ല. സിറ്റിയിൽ യൂഷ്വലി നമുക്കൊരു ഡീസൽ എഞ്ചിന് കിട്ടുന്നത് ഒരു 14 അല്ലെങ്കിൽ 15 റേഞ്ച് ആയിരിക്കാം. എന്നാൽ ഹൈവേയിൽ കയറിയാൽ ഓടിക്കുന്ന ഒരു സ്റ്റൈൽ അനുസരിച്ച് നമുക്കതൊരു 20-22 വരെയൊക്കെ കിട്ടുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ആവറേജ് ആയിട്ട് ഒരു 18 കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറയുന്ന ഒരു മൈലേജ് നമുക്ക് എടുക്കാം. ആ ഒരു പെർട്ടിക്കുലർ മൈലേജ് വെച്ച് നമ്മൾ 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമ്മളൊരു എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എബൌട്ട് 10500 രൂപയാണ് നമുക്ക് അതിന് ടോട്ടൽ 2000 കിലോമീറ്ററിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അതേസമയം ഒരു EVക്ക് നമുക്ക് വന്നേക്കുന്നത് വെറും 3500 രൂപയും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 7000 രൂപയാണ് നമ്മൾ ആ ഒരു 2000 കിലോമീറ്റർ ഓടിയപ്പോൾ നമ്മൾ ലാഭിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനായിട്ടുള്ള ഈ പറയുന്ന വണ്ടിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അപാരമാണ്. ഇപ്പം വരുന്ന മിക്ക EV വണ്ടീസിലും ഇപ്പോൾ പുതിയതായിട്ട് വന്ന പഞ്ച് ആയിക്കോട്ടെ, നെക്സോൺ ആയിക്കോട്ടെ, എൻ്റെ ഇൻഫർമേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ടാണ് വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ടാറ്റയുടെ ഉരുക്ക് ബോഡിയുടെ കൂട്ടത്തിൽ ഒരു 6 എയർ ബാഗ് കൂടെ വരുമ്പോഴത്തേക്കും അകത്തെ പാസഞ്ചേഴ്സ് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് തിങ് എനിക്കുള്ളത് ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സിസ്റ്റമാണ് എൻ്റെ വണ്ടിയിൽ. അപ്പോൾ മിക്കപ്പോഴും നമ്മളിപ്പോൾ ഒരു ഡ്രൈവർ സീറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരിയാൽ അപ്പോൾ തന്നെ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആകും. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. വെച്ചാൽ നമ്മളൊരു ഡ്രൈവിംഗ് മോഡിൽ ഇട്ടിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് പുറത്തിറങ്ങുന്നത്. ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക് കാറാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് ഊരിയാൽ അപ്പോൾ തന്നെ ഈ പറയുന്ന ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ആകും. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തത്, നമ്മളൊരു 3-4 മണിക്കൂർ എറണാകുളം തൊട്ട് ട്രിവാൻഡ്രം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു 5 അല്ലെങ്കിൽ 6 മണിക്കൂറൊക്കെ നമുക്ക് എടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ റോഡ്സ്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയം നമുക്ക് നമ്മുടെ സിസ്റ്റം തന്നെ നമുക്കൊരു വാർണിംഗ് തരും. കുറച്ച് ബ്രേക്ക് എടുത്ത് ഡ്രൈവ് ചെയ്യുക, കുറേ നേരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുള്ള രീതിയിലൊരു അനൗൺസ്മെൻറ്റ് നമുക്ക് തരും. അത് ആക്ച്വലി നല്ലൊരു വാർണിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സ്പോർട്സ് മോഡും എനിക്ക് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഒരു വണ്ടിക്കും കിട്ടാത്തൊരു അഡ്രിനാലിൻ റഷാണ് നമുക്ക് സ്പോർട്സ് മോഡ് ഇടുമ്പോൾ കിട്ടുന്നത്. സുഖമായിട്ടാണ് അതൊരു 0 to 100 കയറിപ്പോകുന്നത് സ്പോർട്സ് മോഡ് ഇടുമ്പോൾ. എനിക്കും എൻ്റെ ഫാമിലിയിലുള്ളവർക്കും മിക്ക ഫ്രണ്ട്സിനും സ്പോർട്സ് മോഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. പക്ഷേ എക്കണോമിക്കലായിട്ട് ഓടിക്കുന്നവർക്ക് സ്പോർട്സ് മോഡ് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്തതെന്ന് പറയുന്നത്, എൻ്റെ വണ്ടിയിൽ ഓട്ടോമാറ്റിക് റെയിൻ സെൻസേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് സൺറൂഫ് ഓപ്പണായി കിടക്കുമ്പോൾ ഈ റെയിൻ സെൻസിങ് വൈപ്പർ ഓട്ടോയിലിട്ടാൽ ഓട്ടോമാറ്റിക്കലി സൺറൂഫ് ക്ലോസ് ആവും. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതിനൊരു ഭവിഷ്യത്തും കൂടി ഉണ്ട്. ഇപ്പോൾ ഈ സൺറൂഫ് തുറന്നിട്ട് ആരെങ്കിലും പുറത്തേക്ക് തലയിട്ടിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യം അല്ലെങ്കിൽ പോലും ചെറിയൊരു മഴയിൽ ഈ സെൻസർ അത് സെൻസ് ചെയ്യണം, ഒരു മഴ വന്നു എന്നുള്ളത് സെൻസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ സൺറൂഫ് ക്ലോസ് ആകാൻ വഴിയുണ്ട്. പക്ഷേ ആൻറ്റി പിഞ്ചിങ് ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ള സൺറൂഫ് ആയതുകൊണ്ട് അത്ര ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ആ സമയത്ത് സൺറൂഫിലൂടെ പുറത്തേക്ക് നിൽക്കുന്ന ആൾക്ക് അതൊരു ഷോക്കായിട്ട് ഫീൽ ചെയ്തേക്കാം. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഓട്ടോ വൈപ്പർ സെൻസിങ് മോഡ് ഓഫ് ചെയ്ത് അത് മാനുവലിലേക്കോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫിലേക്കോ ഇട്ടാൽ ഈ ഒരു പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് വണ്ടിയിലുള്ള RKDV എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. എനിക്ക് തോന്നുന്നു അത് ഫിയർലെസ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് തൊട്ടാണ് RKDV അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് തോന്നുന്നു. പക്ഷെ അതുള്ളവർക്ക് അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മൾ വെറുതെ ഒരു ചാർജിങ് സ്റ്റേഷനിൽ ചെന്നിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂറും വെറുതെ ഇരിക്കുകയോ ചെയ്യുന്നതിന് പകരം നമുക്കൊരു സിനിമ കാണാനോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ നമുക്ക് എന്തെങ്കിലും സ്ക്രോൾ ചെയ്യാനോ അത് വണ്ടിയിലുള്ള എല്ലാവരും കാണിക്കാനും ഉള്ള ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ RKDV യൂസ് ചെയ്യാം. ഈ RKDV ആദ്യമേ തന്നെ ആക്ടിവേറ്റ് ആയി കിടക്കില്ല. അത് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം ഫോണിൽ നമുക്കൊരു Z Connect എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം.
ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നെക്സോൺ EVയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതലുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഒരു മാസമായി ഞാൻ ഈ EV യൂസ് ചെയ്തതിൽ എനിക്ക് അത്ര നന്നായില്ല, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ ഭേദമാക്കാമായിരുന്നു എന്ന് തോന്നിയ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പോയിന്റ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ കീ നോട്ട് ഫൗണ്ട് അലാറമാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകുന്നു, താക്കോല് നമ്മുടെ കയ്യിലുണ്ട്, വണ്ടിയിൽ ആൾക്കാരുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഒരിക്കലും ഓഫ് ചെയ്തിട്ട് പോകില്ലല്ലോ. നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് പോവുക. എങ്ങാനും കീ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അലാറം അടിക്കുന്നത് ഹോൺ അടിച്ചുകൊണ്ടാണ്. ഒരു ചെറിയൊരു ഇൻ്റർവെല്ലിൽ അത് കണ്ടിന്യൂസ്ലി ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. നമ്മളൊരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടെയുള്ള ആൾക്കാരെയും പുറത്തുള്ള ആൾക്കാരെയും നന്നായിട്ട് അത് ഇറിറ്റേറ്റ് ചെയ്യും. അത് വളരെ മോശമായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ബാക്കിലെ പാസഞ്ചേഴ്സിനുള്ള ലെഗ് റൂമാണ്. ഇതൊരു 40 kWh കപ്പാസിറ്റി വരുന്ന ഒരു ബാറ്ററി പാക്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി പാക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സീറ്റ്സിൻ്റെ അടിയിലാണ്, പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ. അപ്പം കൂടിയ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടും ഇതൊരു ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച വണ്ടി ആയതുകൊണ്ടും നെക്സോൺ EVയുടെ LR വേരിയൻറ്റിലെ ബാക്ക് സീറ്റിലെ പാസഞ്ചേഴ്സിന് തൈ സപ്പോർട്ട് കുറവായിരിക്കും. കാരണം പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ റേസ്ഡ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് അകത്തേക്ക് കയറാനും അതേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു തൈ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടും കുറച്ച് ഇൻകൺവീനിയൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തെടുക്കുന്ന വണ്ടിയാണ്. അബൌട്ട് 19 lakhs വന്ന വണ്ടിയാണ്. അതിൽ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തെങ്കിൽ പോലും ബാക്ക് സീറ്റിലെ പാസഞ്ചേഴ്സിന് ഒരു ആംറസ്റ്റ് കൊടുക്കാൻ കമ്പനി മറന്നുപോയി. ടോപ്പ് എൻഡിൽ അത് അവൈലബിൾ ആണ്, പക്ഷേ ടോപ്പ് എൻഡിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു വേരിയൻറ്റിൽ പോലും അവരൊരു ബാക്ക് സീറ്റിലെ ആംറസ്റ്റ് കൊടുത്തിട്ടില്ല. അത് വളരെ മോശമായി പോയൊരു കാര്യമാണ്. ഈ പറഞ്ഞ തൈ സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ആംറസ്റ്റും ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഉള്ളൊരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡീഫോഗിങ് സിസ്റ്റമാണ്. അതായത് ഇതിൻ്റെ AC സിസ്റ്റത്തിലെ എന്തൊരു സെറ്റിംഗ് ആണെന്ന് തോന്നുന്നു. 26.5 degree Celsius വരെ നമ്മൾ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പിലായിരിക്കും ഈ പറയുന്ന AC വർക്ക് ചെയ്യുക. പക്ഷേ ആ 0.5 ഒന്ന് കൂട്ടി 27 degree Celsius ആക്കിയാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ചൂടാകും. അതായത് ഒരു 0.5 degree Celsius ഡിഫറൻസിലാണ് അത് ചൂടും തണുപ്പും ഇരിക്കുന്നത്. അത് വളരെ ഇൻകൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഡീഫോഗിങ്, ഒരു അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയിലൊക്കെ നമ്മൾ ഓട്ടോയിൽ ഇട്ടിട്ട് പോയാൽ പോലും മിക്കപ്പോഴും വണ്ടിയുടെ വിൻഷീൽഡിൽ മിസ്റ്റ് കയറുന്നു, ഫോഗിങ്. അത് ഡീഫോഗ് ചെയ്യാൻ നോക്കിയാൽ പോലും അത്ര കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും വണ്ടി ഓടിക്കുന്നവരെ ശരിക്കും അത് ബാധിക്കും. ഇറ്റ്സ് ഡേഞ്ചറസ് ആ ഒരു സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കുന്നത് പോലും. അടുത്തത് ഈ Z-Connect ആപ്പ് തന്നെയാണ്. ഈ ആപ്പ് എന്ന് പറയുന്നത് വളരെ ഇറസ്പോൺസീവാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തന്നെ അത് കണക്ട് ചെയ്യാൻ തന്നെ 3-4 മിനിറ്റ് എടുക്കും. ആ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഞെക്കിയാൽ ആ ഫംഗ്ഷൻ ആകാനും 2 മിനിറ്റ് എടുക്കും. അതിനുശേഷം വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആക്കണമെങ്കിൽ ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പോകും. സോ ഈ Z-Connect എന്ന് പറയുന്നത് ഈ RKDV ആക്ടിവേറ്റ് ചെയ്യാനല്ലാതെ വേറെ ഒരു ഫീച്ചറായിട്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭയങ്കര ലാഗാണ് ഈ ഒരു ആപ്പ് നമുക്ക് തരുന്നത്. ഓൾസോ എൻ്റെ അറിവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വർഷം മാത്രമാണ് Z-Connect ആപ്പ് ഫ്രീ ആയിട്ടുള്ളത്. രണ്ടാമത്തെ വർഷം തൊട്ട് നമ്മൾ ഓൾമോസ്റ്റ് 3.5K rupees കൊടുത്ത് നമ്മൾ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ആൻഡ് ഫൈനലി സർവീസിൻ്റെ കാര്യം ശരിക്കും തമാശയാണ്. എൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിരുന്നു ആൻഡ് ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ അവരെ അറിയിച്ചു. ആൻഡ് അവർക്ക് എല്ലാത്തിനും ഒരൊറ്റ സൊല്യൂഷനാണുള്ളത്. സോ അത് വണ്ടിയുടെ ഡിഫോൾട്ടാണ്. എൻ്റെ വണ്ടിക്ക് സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് ചെറുതായിട്ട് നോടിക്കുമ്പോൾ ഒരു സ്ക്വീക്കി സൗണ്ട് ഉണ്ടായിരുന്നു. ഞാനത് അവരോട് അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ അതെല്ലാം വണ്ടിയിലും ഡിഫോൾട്ടായിട്ട് വരുന്നൊരു സൗണ്ടാണ്. പക്ഷേ സർവീസിന് ശേഷം പിന്നെ ഞാൻ ആ സൗണ്ട് കേട്ടിട്ടില്ല. ഇവന്തോ അത് സർവീസിലൂടെ അവർ മാറ്റിയെങ്കിലും അവർ പറയുന്നത് വണ്ടിയിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ്. അതേപോലെ പവർ വിൻഡോസിൻ്റെ ഒരു കേസുണ്ട്. ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ നമ്മൾ പവർ വിൻഡോ റോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് പിന്നെ റോൾ അപ്പ് ചെയ്യാൻ നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി അത് റോൾ ഡൗൺ ആണ് ആവുന്നത്. അതും ഞാൻ അവരെ കാണിച്ചവർ പറഞ്ഞു, സാർ അത് വണ്ടിയിൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അവർ മിക്കപ്പോഴും പറയാൻ പോകുന്ന ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത്, സാർ അത് വണ്ടിയുടെ ഡിഫോൾട്ടാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഒരു മാസമായിട്ടും ഞാൻ ഈ വണ്ടിയിൽ മനസ്സിലാക്കാത്ത കുറച്ച് ഫീച്ചേഴ്സും അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷൻസും ഉണ്ട്.
അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇനി ഈ പറയുന്ന ഫങ്ഷൻസ് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതെനിക്കും ഈ ഫീച്ചേഴ്സ് എന്താണെന്ന് അറിയാത്തവർക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവായി മാറും. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന ഒരു ചെറിയൊരു അലാറമുണ്ട്. അതായത് ഇടയ്ക്ക് വണ്ടി റണ്ണിങ്ങിൻ്റെ സമയത്ത് ഒരു ചെറിയൊരു പൾസിൽ ആ ഒരു അലാറം നിൽക്കും. അത് പല ഡിഫറെൻറ്റ് സെനാരിയോസിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് എന്തിനാണത് വരുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇടയ്ക്ക് അത് വണ്ടി എന്തെങ്കിലും കാര്യത്താൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിടുമ്പോൾ പോലും കണ്ടിന്യൂസ് ആയിട്ടും ഈ ഒരു അലാറം അടിക്കാറുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ വിൻഡോയുടെ കേസാണ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ നമ്മളതൊന്ന് റോൾ ഡൗൺ ചെയ്തിട്ട് പിന്നെ റോളപ്പ് ചെയ്യാൻ നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി അത് റോൾ ഡൗൺ ആണ് ആവുന്നത്. അത് ഈ കമ്പനിയിൽ പറഞ്ഞപ്പോൾ പോലും അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ പറഞ്ഞത് അത് വണ്ടിയുടെ ഡിഫോൾട്ടാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ വണ്ടിയിലും ആ ഒരു സാധനം ഡിഫോൾട്ടായിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. സോ ദാറ്റ് അത് എൻ്റെ വണ്ടിയുടെ ഒരു പ്രശ്നമല്ല, അത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ് എന്നുള്ളത് എനിക്കും ആൻഡ് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കും മനസ്സിലാക്കാൻ സഹായിക്കും. മൂന്നാമത്തത് ഈ പവർ അൺപ്ലഗ് എന്ന് പറയുന്നൊരു സ്വിച്ച് ഉണ്ട്. കമ്പനിയിൽ അവർ പറഞ്ഞത് എപ്പോഴൊക്കെ നമ്മളൊരു പവർ ചാർജിങ് കേബിൾ നമ്മൾ ഊരുമ്പോഴും അൺപ്ലഗ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ബട്ടൺ ഞെക്കണമെന്നാണ്. പക്ഷെ ഞാൻ ആ ബട്ടൺ ഞെക്കുമ്പോൾ ഫിസിക്കലായിട്ടുള്ളൊരു മാറ്റവും എനിക്ക് ആ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടില്ല. മിക്കപ്പോഴും ആ ബട്ടൺ ഞെങ്ങിയോ എന്ന് അറിയാതെ പോലും 3-4 പ്രാവശ്യം ഞാൻ ഞെക്കിയിട്ടുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ആ ഒരു അൺപ്ലഗ് ബട്ടൺ ഞെക്കേണ്ടത് എന്നുള്ളത് കൂടെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ബ്രേക്കിങ്ങിൻ്റെയും റീജൻ്റെയും കാര്യം. റീജൻ ലെവൽ 3 ഇട്ടാൽ പെട്ടെന്ന് തന്നെ വണ്ടി നിൽക്കും. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ ഒരു ഫീല് കിട്ടാറില്ല എനിക്ക്. അതേസമയം ലെവൽ 1 ലെവൽ 0 ഓടിക്കാനാണ് എനിക്ക് താല്പര്യം. എന്നാൽ എൻ്റെ സംശയം അതല്ല. നമ്മളൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീജൻ കൂടുന്നത് കാണാം. ലെവൽ 1 ഇട്ടാൽ പോലും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 അത്രയും പോലും റീജൻ കയറുന്നത് കാണാം. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ്സ് കാരണമാണോ അതോ മോട്ടറിൻ്റെ റീജൻ കാരണമാണോ വണ്ടി ബ്രേക്ക് ആകുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിറ്റി റീജനറേഷൻ്റെ കാര്യമാണ്. സിറ്റിയിൽ എത്ര ഓടിച്ചിട്ടും എനിക്ക് ഈ പറയുന്ന റീജനറേഷൻ അത്ര പ്രോപ്പറായിട്ട് കിട്ടാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൻ്റെ കുഴപ്പമാണോ അതോ അതങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. സിറ്റിയിൽ മാക്സിമം ഓടിക്കുന്ന ഈ EV കാർ യൂസേഴ്സിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ അത്രയും നല്ലതായിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ AC ടെമ്പറേച്ചറിലെ കാര്യം, 26.5 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പും 27 ഡിഗ്രി സെൽഷ്യസിൽ ചൂടും ആകുന്ന ഒരു AC വെന്റിലേഷൻ സിസ്റ്റമാണ് എനിക്ക് എൻ്റെ വണ്ടിയിൽ കാണാൻ പറ്റിയത്. അത് എല്ലാ നെക്സോണിലും അങ്ങനെയുണ്ടോ അതോ അതും ഈ പറയുന്ന എന്തെങ്കിലും സോഫ്റ്റ്വെയർ ബഗ്ഗാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അതും ഹെൽപ്പ് ചെയ്യും. ഫൈനലി എന്നോട് ഷോറൂംകാർ പറഞ്ഞത് എൻ്റെ വണ്ടിയിൽ TPMS ഉണ്ട്, അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഡിസ്പ്ലേയിലെങ്കും ഈ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷൻ കാണാൻ പറ്റിയിട്ടില്ല. ആ കൂടെ ഒരു റീസെറ്റ് ബട്ടൺ അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. മിക്ക വണ്ടിയിലും ഞാൻ കണ്ടിട്ടുണ്ട് പല വീൽസിലും എത്ര പ്രഷേഴ്സ് ബാക്കിയുണ്ട് അല്ലെങ്കിൽ എത്രയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രഷർ എന്നുള്ളത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ഞാൻ ചില വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഫീച്ചർ നമ്മുടെ നെക്സോൺ EVക്ക് അല്ലെങ്കിൽ ഈ ടാറ്റയുടെ വണ്ടികൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന സംശയങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇതൊക്കെ ഒരു ഷോറൂം സെൻറ്ററിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ എന്ന്. പക്ഷേ ആക്ച്വലി നേരെ തിരിച്ചാണ്. പലപ്പോഴും നമ്മളായിട്ടാണ് ഓരോ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എക്സിസ്റ്റിംഗ് യൂസേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ടേക്ക് അവേ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നതാണ്. EVയുടെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എബൌട്ട് ഓരോ കിലോമീറ്ററിനും നമുക്കൊരു 1.5 രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതൊരു പെട്രോൾ സ്കൂട്ടറിനെക്കാട്ടിലും കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ ട്രിപ്പിലാണ് ആൻഡ് അതേസമയം നമ്മുടെ ബാറ്ററി ഒരു ഇത്ര പേഴ്സണലാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് കുത്തിയിടാൻ നോക്കേണ്ടതെന്നുള്ളതാണ്. ഞാൻ ജനറലി ഫോളോ ചെയ്യുന്നൊരു റൂളാണ് 20% റൂൾ. അതായത് എപ്പോഴൊക്കെ നമ്മുടെ ഒരു വണ്ടിയുടെ പെർസെൻറ്റേജ് ഒരു 20% അടുക്കുന്നോ അപ്പോഴൊക്കെ നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ, ഒരു 3-4 ചാർജിങ് സ്റ്റേഷൻസ് നോക്കി വയ്ക്കുക. ആ സമയം നമ്മൾ എപ്പോഴും ലാഭം നോക്കി പോകരുത്. കാരണം ലാഭം നോക്കി നമ്മൾ KSEB തപ്പി പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് അവസാനം പണി കിട്ടും. അതാണ് ഞാൻ മൂന്നാമത് പറയാൻ വന്ന പോയിന്റ്. KSEB ഒട്ടും തന്നെ റിലയബിൾ അല്ല. ഈവൻ ദോ നമുക്ക് വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് KSEBയിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിലും അവരുടെ മെഷീൻസ് മിക്കപ്പോഴും അണ്ടർ മെയിൻ്റനൻസ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഒരൊറ്റ ഗണ്ണേ ഉണ്ടാവുള്ളൂ.
ആൻഡ് KSEBയെ കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ റൂട്ടിങ് മാറ്റാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അതിന് മുന്നേ KSEBയുടെ ലൈനിൽ വിളിച്ച് അവിടുത്തെ മെഷീൻ വർക്കിംഗ് ആണെന്നോ അല്ലെങ്കിൽ അവൈലബിൾ ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തി എല്ലാം കൊണ്ടും നമുക്ക് അവിടെ പോയാൽ നമുക്കത് കിട്ടുമെന്നുള്ളൊരു 90% അഷ്വർ കിട്ടിയാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള ചാർജിങ് സ്റ്റേഷൻസ് നമ്മൾ ആശ്രയിക്കുക. GoEasy അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ചാർജ് മോഡിലെ ഈ പറയുന്ന എമൗണ്ട് അല്പം കൂടുതലാണെങ്കിലും അത്യാവശ്യം നല്ല സർവീസാണ് അവരും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു EV എടുക്കാൻ പോകുന്ന ആൾക്ക് ഇതൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇതിപ്പോൾ എടുത്ത ആൾക്കാർക്കും കുറച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇതിലൂടെ ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താനോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.